ഫോറൻസിക് മേഖലയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് പലരുടെയും ആഗ്രഹമാണ്. ഒത്തിരി കുട്ടികൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പൊസിഷനിൽ എത്തുക, ഡയറക്റ്റ് ആയിട്ട് 12th കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രിയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് 12th കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് ഒരു ഡിഗ്രി, ഈവൻ ദോ BSc ഫോറൻസിക് സയൻസ് ഉണ്ട് എങ്കിലും അത് മാത്രം പഠിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ജോലി ലഭിക്കാൻ പോണില്ല. അത് വളരെ നിഷായിട്ടുള്ളൊരു മേഖലയാണ്. പക്ഷേ വാട്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോറൻസിക് ലിംഗ്വിസ്റ്റ്, ഇപ്പോൾ റിട്ടൺ അല്ലെങ്കിൽ സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രിമിനൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നവരെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഈ ഫോറൻസിക് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എക്സ്പേർട്ട് ഉണ്ട്. നമ്മൾ തോക്കിൽ നിന്നും ഒരു ഉണ്ട പോയതിൻ്റെ വഴിയും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അത് എവിടെ നിന്നായിരിക്കും ഷൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ, അത് ഫോറൻസിക് ബാലിസ്റ്റിക് എക്സ്പേർട്ട് എന്ന് പറയുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫോറൻസിക്കിൽ എൻറ്റമോളജിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇവരാണ് ഒരു മരണം നടന്ന സമയവും കാര്യങ്ങളും ഒക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് റോൾ പ്ലേ ചെയ്യുന്നവർ. ഇങ്ങനെ പല ഡെസിഗ്നേഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് 12th കഴിഞ്ഞ് നേരെ ഒരു BSc കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണോ? അത് നമ്മൾ നല്ലോണം പഠിക്കണം. നമ്മൾ റിസർച്ച് വരെയൊക്കെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇതിനകത്തൊരു സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയായി മാറുക. അപ്പോൾ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി പഠിക്കുമ്പോഴത്തേനും BSc ഫോറൻസിക് സയൻസ് തന്നെ പഠിക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ ലൈക്ക് BSc കെമിസ്ട്രി എടുത്താലും നിങ്ങൾക്ക് ഫർദർ ഇതിൽ തന്നെ ഇൻട്രസ്റ്റ് നിൽക്കുന്നുവെങ്കിൽ ചുരുങ്ങി അങ്ങോട്ടേക്ക് കയറാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് MBBS കഴിഞ്ഞതിന് ശേഷം ഫോറൻസിക്കിൻ്റെ മേഖലയിൽ MD എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വേറൊരു വഴിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, പ്രാക്ടിക്കലായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.